കണ്ടതുകൊണ്ട് ഇവിടെ വന്നതുള്ളൂ. ഞങ്ങൾ പഠിച്ച സ്കൂളിൽ നിന്നാണ് ഞങ്ങളുടെ ആരംഭം. അപ്പോൾ ഇവിടെ ഒന്ന് കയറി കണ്ട് റീൽസിലേക്ക് കണ്ടിട്ടുള്ളത്, അപ്പോൾ ഒന്ന് കയറാൻ തോന്നി. അടിപൊളി, സൂപ്പർ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും, നല്ല സ്കൂളിൽ വരാനായിട്ട് ഇഷ്ടപ്പെടുമായിരിക്കും. വെള്ളച്ചാട്ടവും മലയും പച്ചപ്പും നിറഞ്ഞു നിൽക്കുന്നതിനാൽ സ്കൂളിലേക്ക് എത്താൻ വിദ്യാർത്ഥികൾക്കും മടുപ്പില്ല. സ്കൂൾ വരാൻ മടിയണ്ട? എനിക്ക് മടിയൊന്നുമില്ല, എനിക്ക് ഇഷ്ടമാണ് സ്കൂളിൽ വരുന്നത്. നല്ല രസമാണ് ഇവിടെ. പിന്നെ നല്ലപോലെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. ഇവിടെ സ്വന്തമായിട്ട് ഗ്രൗണ്ട് ഉണ്ട്, കളിക്കുകയൊക്കെ ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ സ്കൂളിൻ്റെ വീഡിയോകൾക്ക് താഴെ വരുന്ന പ്രധാനപ്പെട്ട കമൻറ്റുകളിലൊന്ന് സ്കൂളിൽ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളതാണ്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികൾ നമുക്കിപ്പോൾ ഉണ്ട്. അവരിവിടുന്ന് പാസ് ഔട്ടായാണ്, 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളായിരുന്നു. ഈ സ്കൂളിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലാണ് സ്കൂൾ. എന്താണ് നിങ്ങൾക്ക് സ്കൂളിനെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ സ്വന്തം സ്കൂളാണ്. പിള്ളേരില്ലെങ്കിൽ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ഭയങ്കര ഇതാണ്. പുറത്തൊക്കെ പോകുമ്പോൾ വെള്ളച്ചാട്ടമുള്ള സ്കൂളിലല്ലേ പഠിക്കുന്നതെന്ന് സ്കൂളിൻ്റെ പേരൊക്കെ പറയുമ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ സന്തോഷം. മഴയത്തൊക്കെ നല്ല രസമാണ്. മഞ്ഞൊക്കെ വരുമ്പോൾ നല്ല രസമാണ്. മഴ പെയ്തിരുമ്പോൾ മഞ്ഞൊക്കെ ഇറുമ്പോൾ വൈബാണ് കാണാൻ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ശനി ഞായറും ഇവിടെ ഭയങ്കര തിരക്കാണ്. പിന്നെ സ്കൂളിൽ വീട്ടിൽ ഇരിക്കുന്നതിനേക്കാളും നല്ല സ്കൂളിലേക്ക് ഇരുന്ന കാര്യം എന്ന് വെച്ചാൽ കൂട്ടുകാരുണ്ട്. പിന്നെ ചില ടീച്ചറൊക്കെ വരാണ്ടിരുന്ന് കഴിഞ്ഞാൽ ക്ലാസ് പീരീഡ് ഫ്രീ ആണ്. കഴിഞ്ഞ വർഷം 77 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. SSLCക്ക് 100% വിജയം. സ്കൂളിന്റെ പ്രശസ്തി നാടെങ്ങും വാഴ്ത്തുമ്പോൾ ഈ അധ്യയന വർഷത്തിൽ സർക്കാരിന് മുൻപിൽ കുറച്ച് ആവശ്യങ്ങൾ കൂടി മുന്നോട്ട് വെക്കാനുണ്ട് സ്കൂൾ അധികൃതർക്ക്. ഒത്തിരി പേര് ഇവിടെ വന്ന് ഈ സ്കൂളിൻ്റെ പരിസരം കണ്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ പഠിപ്പിക്കാൻ പറ്റി, ടീച്ചർമാർ വന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ പഠിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരവസ്ഥയാണ്. പക്ഷേ ഈ പഠിപ്പിക്കാൻ ഒരു അവസരം കൊടുത്ത ടീച്ചർമാർ ഇന്ന് ജോയിൻ ചെയ്തിട്ട് പിന്നെ തലമാറിപ്പോകാൻ വേണ്ടിയുള്ള ശ്രമമാണ്. എന്നാ വെച്ചാൽ ഈ പ്രകൃതി ഭംഗിയൊക്കെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ താമസ സൗകര്യമില്ല, വണ്ടി സൗകര്യം കുറവ്, ആശുപത്രി സൗകര്യം, ആ ഒരു പ്രശ്നമുണ്ട്. പ്രകൃതി കനിഞ്ഞു നൽകിയ ദൃശ്യ സൗന്ദര്യത്തിനൊപ്പം സർക്കാർ കൂടി സഹായിച്ചാൽ മാമലക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ ഇനിയുള്ള അധ്യയന വർഷങ്ങളിൽ ചരിത്രം സൃഷ്ടിക്കും. പ്രകൃതിയും മനുഷ്യനും ഒന്നിക്കുന്നിടത്ത് സാധാരണ അത്ഭുതങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലൊരു അത്ഭുതമാണ് മാമലക്കണ്ടത്തെ ഇക്കാണും സ്കൂള്. ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളോടൊരു കാര്യം പറയാനുണ്ട്. ഈ പ്ലാസ്റ്റിക് ഒന്നും വലിച്ച് ഈ പ്രദേശം മലിനമാക്കരുത്. ഇവിടുത്തെ വിദ്യാർത്ഥികൾ വലിയ വിജയം നേടട്ടെ എന്നും ഈ സ്കൂള് ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിക്കട്ടെ എന്നും ആശംസിക്കുന്നു. ഡയസിനും VS രാഹുലിനൊപ്പം വിഷ്ണു സുരേഷ്, 24. 24 കൗണ്ടിംഗ് ഡേ മാജിക്. ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ ഏറുപടക്കങ്ങളായി ചിന്നിച്ചിതറുന്ന നർമ്മ നിമിഷങ്ങളുടെ അകമ്പടിയോടെ ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ വോട്ടെണ്ണൽ ദിനം 24. കൗണ്ടിംഗ് ഡേ മഹാവിജയത്തിന്റെ ചരിത്രം ആവർത്തിക്കാൻ 24 പട്ടാളത്തിന്റെ അശ്വമേധം.